Hello everyone, good morning. So today we'll be discussing on the rest of the problems of module 5 that is related to shear strength of soils that we didn't discussed in the last two classes. In the last two classes we were discussing on the slope stability, problems related to slope stability, and today we start our um, some problems related to the first part of module 5, that is shear strength of soils, which include the direct shear test, triaxial test, and shear strength formula, more Coulomb theory, and all the problems related to these topics where we will be discussed today. And most probably this will be the last class also. So after this, we'll be doing some revision in the coming classes, or if you have any doubts, you can ask me. And this is the first problem. So let's go into the first problem. A series of direct shear tests was conducted on a soil. Each test was carried out till the sample failed. The following results were obtained. Sample number, normal stress, shear stress. Determine the cohesion intercept and the angle of shearing resistance. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഒരു ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് നടത്തി ഒരു സോയിലിൽ. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാം. അപ്പോൾ അത് യൂഷ്വലി നമ്മൾ സാൻഡി സോയിൽസിനാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ നടത്തിയ സമയത്ത് നമ്മൾ 3 തവണയാണ് നടത്തിയത്. അപ്പോൾ സീരീസ് ഓഫ് ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 3 സാമ്പിളിലാണ് നടത്തിയത്. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും? നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ആയിരിക്കും. നോർമൽ സ്ട്രെസ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സിഗ്മ ആൻഡ് ഷിയർ സ്ട്രെസ് ഇസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും യൂണിറ്റ്. അപ്പോൾ ഇത് നമ്മൾ 3 സാമ്പിളിനുള്ളത് 3 വാല്യൂ തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കൊഹഷൻ ഇൻ്റർസെപ്റ്റ്, ദാറ്റ് ഈസ് സി, and the angle of shearing resistance. Angle of internal friction and angle of shearing resistance are same, so it is denoted by phi. നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നോർമൽ സ്ട്രെസ്സും ഉണ്ട്, ഷിയർ സ്ട്രെസ്സും ഉണ്ട്. അപ്പം നമുക്ക് മോർ സർക്കിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയാം, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. ഷിയർ ഫെയിലിയർ, അതുപോലെ തന്നെ ഫെയിലിയർ പ്ലെയിൻ വരയ്ക്കാൻ അറിയാം. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. അപ്പം ഫെയിലിയർ പ്ലെയിൻ എങ്ങനെ വരയ്ക്കും? ഇവിടെ ഇപ്പം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുക്കേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ മതി. ആദ്യം നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ എന്താ എടുക്കുന്നത്? സിഗ്മ എടുക്കുന്നത്, നോർമൽ സ്ട്രെസ്. വൈ ആക്സിസിൽ എന്താ എടുക്കണ്ടേ? ഷിയർ സ്ട്രെസ്, ടോ. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. ഇതിൽ നോർമൽ സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഉണ്ട്. അപ്പം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. നമുക്ക് ഒരു ലൈൻ കിട്ടും. ഓക്കെ, നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് വെച്ച് നമുക്ക് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ലൈൻ കിട്ടും. ആ ലൈനിൻ്റെ സ്ലോപ്പായിരിക്കും, നമുക്കത് അളന്നെടുക്കാം. ആ സ്ലോപ്പായിരിക്കും ദ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഓർ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഫൈ, ആൻഡ് ദ ഇൻ്റർസെപ്റ്റ് ഓൺ വൈ ആക്സിസ് ഈസ് ദ കൊഹഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കൊഹഷൻ ഇൻ്റർസെപ്റ്റ് ഓർ കൊഹഷൻ. ഓക്കെ, നമുക്ക് ആ ഒരു ഗ്രാഫിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ദിസ് ഈസ് അവർ സൊല്യൂഷൻ. X axis is sigma, y axis is tau, and the cohesion we got is 11, and the intercept is 20, and the angle is 26 degree. Okay, so the cohesion is in 11 kilonewton per meter square, and phi is 26 degree. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? ഇതിനകത്ത് യൂഷ്വലി ചോദിക്കുന്ന ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ്. ഒന്നെങ്കിൽ ട്രയാക്സിയൽ ടെസ്റ്റ് തരും, അതിൻ്റെ റിസൾട്ട് തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റിൻ്റെ റിസൾട്ട് തരും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഗ്രാഫിൽ നിന്ന് നമ്മൾ എടുക്കണം. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ ദ ഫോളോയിങ് റിസൾട്ട്സ് വെയർ ഒബ്റ്റെയിൻ ഫ്രം എ സീരീസ് ഓഫ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ഓൺ എ സോയിൽ ഇൻ വിച്ച് ദ പോർ വാട്ടർ പ്രഷർ വാസ് നോട്ട് ഡിറ്റർമൈൻഡ്. ഡിറ്റർമൈൻ ദ കോഹഷൻ ഇൻ്റർസെപ്റ്റ് ആൻഡ് ദ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് സെയിം സാധനമാണ് വേണ്ടത്, അതായത് സിയും ഫൈയും ആണ് വേണ്ടത്. ഇത് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റാണ്. അൺഡ്രെയിൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് അലൗഡ് അല്ല, വെള്ളം പുറത്തോട്ട് പോകുന്നില്ല.
ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻ വിച്ച് ദ പോർ വാട്ടർ പ്രഷർ വാസ് നോട്ട് ഡിറ്റർമൈൻഡ്. അതായത് പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് യു ആണ്, അത് കണ്ടുപിടിച്ചിട്ടില്ല, അതിൻ്റെ റിസൾട്ട് ഇതിലില്ല. ഇതിലാകെ ഉള്ളത് കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സുമാണ്. എന്താണ് ട്രയാക്സിയൽ ടെസ്റ്റ്? അപ്പോൾ ഇത് ട്രയാക്സിയൽ ടെസ്റ്റാണ്. ട്രയാക്സിയൽ ടെസ്റ്റിലെ കൺഫൈനിങ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ് എന്നും പറയത്തുള്ളൂ. അപ്പം കൺഫൈനിങ് പ്രഷർ ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ സി ഓർ ഇറ്റ് ഈസ് സിംപ്ലി സിഗ്മ 3. ഇത് രണ്ട് സെയിം ആണ്. ഓക്കെ, ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഡി ആണ്. ഓക്കെ, സിഗ്മ ഡി എന്ന് പറയുന്നതാണ് ഡീവിയേറ്റർ സ്ട്രെസ്. അപ്പം നമുക്ക് സിഗ്മ 3 അല്ലെങ്കിൽ സിഗ്മ സിയും ഉണ്ട്, സിഗ്മ ഡിയും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്ത് നമ്മൾ മോർ സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് മോർ സർക്കിൾ വരയ്ക്കാം. കാരണം ഇവിടെ ഷിയർ സ്ട്രെസ് തന്നിട്ടില്ല. ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്ലോട്ട് ചെയ്ത് ഫെയിലർ പ്ലെയിൻ കണ്ടുപിടിക്കായിരുന്നു. ഈ ലൈൻ ഇങ്ങനെ ഈ ലൈൻ കണ്ടുപിടിക്കായിരുന്നു. ഈ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിളും ഫൈയും ഇതിൻ്റെ ഇൻ്റർസെപ്റ്റ് സിയും ആണ്. പക്ഷേ നമുക്കിവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല. പകരം തന്നിരിക്കുന്ന രണ്ടും ഈ എക്സ് ആക്സിസിലുള്ള ഡീവിയേറ്റർ സ്ട്രെസ്സും കൺഫൈനിങ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഡീവിയേറ്റർ സ്ട്രെസ്സുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും സൊല്യൂഷനിലോട്ട് എത്തുന്നത്. ഇവിടെ അത് തരാത്തതുകൊണ്ട് നമ്മൾ വേറൊരു വഴി നോക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും? മോർ സർക്കിൾ വരയ്ക്കും. ഓക്കെ, നമ്മളൊരു ആക്സിസ് വരച്ചു, എക്സ് ആൻഡ് വൈ ആക്സിസ്. ദിസ് ഈസ് സിഗ്മ ആൻഡ് ദിസ് ഈസ് ടോ. കൺഫൈനിങ് പ്രഷർ സിഗ്മ 3 എന്നാണ് പറഞ്ഞത്. സിഗ്മ 3 ഇതെന്ന് പറയുന്നത് സിഗ്മ ഡി ആണ്. നമുക്ക് ഒരു കോളോട് വരച്ചിട്ട് സിഗ്മ 1 മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് സിഗ്മ 1 കൂടെ വേണം. വാട്ട് ഈസ് സിഗ്മ 1? സിഗ്മ 1ന് ഒരു ഇക്വേഷൻ ഉണ്ട്. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ 3 പ്ലസ് സിഗ്മ ഡി ആണ്, അല്ല സിഗ്മ സി പ്ലസ് സിഗ്മ ഡി ആണ് സിഗ്മ 1. അപ്പം സിഗ്മ 1 എന്ന് പറയുന്നത് സിഗ്മ 3 പ്ലസ് സിഗ്മ ഡി അല്ലെ സിഗ്മ സി പ്ലസ് സിഗ്മ ഡി ആണ്. അപ്പം 100 പ്ലസ് 600, ഈ രണ്ട് ടേബിളും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 100 പ്ലസ് 600 എത്ര വരും? 700. 200 പ്ലസ് 750 എത്ര വരും? 950. അടുത്ത 300 പ്ലസ് 870 എത്ര വരും? 1170. ഓക്കെ, അപ്പം നമുക്ക് സിഗ്മ 1 കിട്ടി. അപ്പം നമുക്ക് സിഗ്മ 3യും ഉണ്ട്. യൂസിങ് സിഗ്മ ഡി നമ്മൾ സിഗ്മ 1ഉം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ 3യും കിട്ടി, സിഗ്മ 1ഉം കിട്ടി. നമുക്കിനി മോർ സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ലേ? പറ്റും. കാരണം മോർ സർക്കിളിൻ്റെ രണ്ട് എൻഡ് എന്ന് പറയുന്നത് സിഗ്മ 1ഉം സിഗ്മ 3യുമാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഫസ്റ്റ് മോർ സർക്കിൾ എന്ന് പറയുന്നത് ഒരു എൻഡ് എന്ന് പറയുന്നത് സിഗ്മ 3യിലാണ് നിൽക്കുന്നത്, മറ്റൊരു എൻഡ് നിൽക്കുന്നത് സിഗ്മ 1ലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആക്സിസ് വരയ്ക്കുക. ആദ്യം നമ്മൾ ഒരു ആക്സിസ് വരയ്ക്കുക, മാർക്കിംഗ് കൊടുക്കുക, മാർക്ക് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സിഗ്മ 1 മാർക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഫസ്റ്റ് കേസിലെ സിഗ്മ 1 എത്ര? സിഗ്മ 3 എത്ര? സിഗ്മ 3 എന്ന് പറയുന്നത് 100 ആണ്, സിഗ്മ 1 എന്ന് പറയുന്നത് 700 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ 3 എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 200 ആണെങ്കിൽ ഇത് 200ഉം ഇത് 600ഉം ആണെങ്കിൽ ഇത് 600 ഇത് 200 ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സിഗ്മ 1 എന്ന് പറയുന്നത് സിഗ്മ 3 എന്ന് പറയുന്നത് 200ലാണ് വന്നത്. അപ്പം ഈ നമ്മുടെ മോർ സർക്കിളിൻ്റെ ഒരു എൻഡ് ഇവിടെ വരും, മറ്റൊരു എൻഡ് 700ലാണ് വന്നത്. അപ്പോൾ 600 അപ്പുറത്തായിട്ട് ഇവിടെ ആയിട്ട് വരും 700. സോ നമ്മുടെ മോർ സർക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 3 കേസുണ്ട്, 3 സ്പെസിമെൻ ഉണ്ട്, അതിൽ സാമ്പിളുണ്ട്. അപ്പോൾ അടുത്ത കേസിൽ നമുക്ക് ഇവിടെ 200ഉം അതുപോലെ തന്നെ ഇവിടെ എത്ര വരുന്നത്? 950 ആണ് അല്ലേ? 200ഉം 950. നമ്മൾ എന്ത് ചെയ്യണം? ഇത് പോവുക, ഇവിടെ 200 മാർക്ക് ചെയ്യുക, ഇവിടെ 200. മറ്റേത് എത്ര ആയിരുന്നു? 100 ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് 200ഉം 950യും. ഇപ്പോൾ 950 എന്ന് പറയുമ്പോൾ 700 അപ്പുറത്തായിട്ട് വരും. അത് കറക്റ്റായിട്ട് നോക്കി ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് വരയ്ക്കുക. ഓക്കെ, അതൊരു സർക്കിളായിട്ട് വരയ്ക്കുക, സെമി സർക്കിൾ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിളായിട്ടും വരയ്ക്കാം കേട്ടോ. ഇങ്ങനെയും കടന്നാലും കുഴപ്പമൊന്നുമില്ല. മോർ സർക്കിൾ എന്ന് പറയുമ്പോൾ താഴോട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ യൂഷ്വലി സെമി സർക്കിളായിട്ടാണ് വരയ്ക്കാറ്. ഓക്കെ, ഇനി അടുത്തതും അതുപോലെ തന്നെ വരയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു സർക്കിൾ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ എല്ലാം കോമൺ ടാൻജൻ്റായിട്ട് വരുന്ന രീതിയിൽ, ഇതെല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു
ലൈൻ വരയ്ക്കുക. ആ ലൈൻ വന്നിട്ട് ഈ വൈ ആക്സിൽ ടച്ച് ചെയ്യും. ഓക്കെ, അതായിരിക്കും നമ്മുടെ കൊഹഷൻ ഇൻ്റർസെപ്റ്റ് അല്ലെ കൊഹഷൻ. അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും എന്ത്, ഫൈ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആ ഫിഗറിലേക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലല്ലേ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സർക്കിളിൻ്റെ സിഗ്മ 3 എന്ന് പറയുന്നത് 100 ആയിരുന്നു. ഇവിടെ വന്നു. അതിൻ്റെ സിഗ്മ 1 എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 700 ആയിരുന്നു. അത് വെച്ചിട്ടൊരു സർക്കിൾ വെച്ചു. അതിൻ്റെ പകുതിയായിരിക്കും റേഡിയസ്. അത് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചു. ശേഷം 200ഉം 950 ആയിരുന്നു. അത് വെച്ചിട്ട് നെക്സ്റ്റ് സർക്കിൾ വരച്ചു. അടുത്തത് 300ഉം 1170 ആണ്. ഓക്കെ, അത് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ചു. ആഫ്റ്റർ ദാറ്റ് ഇതിൻ്റെ എല്ലാവരും കോമൺ ആയിട്ടൊരു ടാൻജൻറ്റ് വരച്ചു, വിച്ച് ടച്ചസ് ദ വൈ ആക്സിസ് വെൻ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ്, ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് സി ഹിയർ 150 kN per meter square. ആൻഡ് ദ ആംഗിൾ ഈസ് ഫൈ എത്ര കിട്ടുന്നത്, 24 ഡിഗ്രി. ഓക്കെ, അത് നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് അളക്കാനുള്ളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഡയറക്ട് ഷിയർ ടെസ്റ്റിൻ്റെയും ചെയ്തു, ഒരു ട്രയാക്സിൽ ടെസ്റ്റിൻ്റെയും ചെയ്തു. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാം എടുക്കുന്നത് ടോട്ടൽ സ്ട്രെസ്സാണ്. ഈ സിഗ്മ എന്ന് പറയുന്നതും ടോ എന്നൊക്കെ പറയുന്നതെല്ലാം ടോട്ടൽ സ്ട്രെസ്സാണ്. ബിക്കോസ് ഇവിടെ പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, പോർ വാട്ടർ എടുക്കുന്നില്ല. പോർ വാട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അല്ലേ. ഇതാണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പോർ വാട്ടർ പ്രഷർ വാസ് നോട്ട് ഡിറ്റർമൈൻഡ്. പോർ വാട്ടർ പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോർ വാട്ടറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറയാം. ഇപ്പം തൽക്കാലം ഇത് പോർ വാട്ടർ പ്രഷർ അവർ തന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് എടുക്കണ്ടായിരുന്നു. സോ ടോട്ടൽ സ്ട്രെസ് യൂസ് ചെയ്താണ് നമ്മളിവിടെ ഗ്രാഫൊക്കെ വരച്ചത്. അല്ലെങ്കിൽ നമ്മൾ സിഗ്മ ഡാഷും ടോ ഡാഷും യൂസ് ചെയ്തിട്ട് വേണം ഗ്രാഫ് വരയ്ക്കാൻ. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. എഫക്റ്റീവ് സ്ട്രെസ്സും ടോട്ടൽ സ്ട്രെസ്സും ഡിഫറെൻ്റ് ആണല്ലോ. ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി വരുന്ന സ്ട്രെസ്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പോർ വാട്ടർ പ്രഷർ ടോട്ടൽ സ്ട്രെസ്സിൽ നിന്ന് കുറച്ചിട്ടുള്ളതിൻ്റെ ബാക്കിയാണ് എഫക്റ്റീവ് സ്ട്രെസ്. സോളിഡ്സ് മാത്രം എടുക്കുന്ന സ്ട്രെസ്സാണ് എഫക്റ്റീവ് സ്ട്രെസ്. സോയിൽ മൊത്തത്തിൽ വെള്ളവും സോളിഡും കൂടെ എടുക്കുന്ന സ്ട്രെസ്സിനെയാണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എ സീരീസ് ഓഫ് കൺസോളിഡേറ്റഡ് അൺഡ്രൈഡ് ട്രയാക്സിൽ ടെസ്റ്റ് വെർ കണ്ടക്റ്റഡ് ഓൺ ആൻ ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആൻഡ് ദ ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒബ്റ്റൈൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രയാക്സിൽ ടെസ്റ്റാണ് നടത്തിയത്. ഇവിടെ പോർ വാട്ടർ പ്രഷർ ഉണ്ട്, കാരണം സെൽ പ്രഷർ ഉണ്ട്. സെൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, സെൽ പ്രഷർ എന്ന് പറഞ്ഞാൽ സിഗ്മ 3. ഓക്കെ, സിഗ്മ സി എന്നും പറയും, സിഗ്മ 3 എന്നും പറയും. ഇനി ഡിവേറ്റർ സ്ട്രെസ് എന്താ, സിഗ്മ ഡി. പോർ വാട്ടർ പ്രഷർ എന്താ, യു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, പോർ വാട്ടർ പ്രഷർ തന്നിട്ടുണ്ട്. ആൻഡ് ദ സൈൻ ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. -70, -10 ആൻഡ് +120. അപ്പോൾ ആ സൈനും നോക്കണം, അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് എഴുതാൻ. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ടേബിൾ വരയ്ക്കണം. അപ്പോൾ ഈ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അതിനകത്ത് നമുക്ക് സ്ട്രെങ്ത് എൻവലോപ്സ് വരയ്ക്കണം. ടോട്ടൽ സ്ട്രെസ്സിൻ്റെ ടേമിലും വരയ്ക്കണം, എഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ടേമിലും വരയ്ക്കണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫെയിലർ പ്ലെയിൻ കണ്ടുപിടിക്കണം. അത് ടോട്ടൽ സ്ട്രെസ് വെച്ച് കണ്ടുപിടിക്കണം. ഇത്രയും നേരം കണ്ടുപിടിച്ച പോലെ സിഗ്മയും ടോയും വെച്ച് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എഫക്റ്റീവ് സ്ട്രെസ്, അതായത് സിഗ്മ ഡാഷും ടോ ഡാഷും വെച്ചിട്ടും മോർ സർക്കിൾ വരച്ച് അതിൻ്റെയും ഫൈയും സിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇഫ് ദ സോയിൽ വാസ് പ്രീ കൺസോളിഡേറ്റഡ് ടു എ പ്രഷർ 1000 kN/m², അതായത് പ്രീ കൺസോളിഡേഷൻ പ്രഷർ ഉണ്ടെങ്കിൽ ദ പ്ലോട്ട് ദ വേരിയേഷൻ ഓഫ് പോർ പ്രഷർ പാരാമീറ്റർ AF വിത്ത് ദ ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. അതായത് പോർ പ്രഷർ പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്, അത് AF ആണ്. AF. ഓക്കെ, ആ AFും അതുപോലെ തന്നെ OCR, ഓവർ കൺസോളിഡേഷൻ റേഷ്യോ, OCRും തമ്മിലുള്ളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അതിൻ്റെ വേരിയേഷൻ ചാർട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഇത്രയും നേരം അറിയാവുന്ന കാര്യം ചെയ്യാം, അതിനുശേഷം അല്ലേ അടുത്തത്. അപ്പം അത് സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ട് നോക്കാം. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്, നമുക്കിവിടെ സാമ്പിൾ നമ്പർ തന്നിട്ടുണ്ട് സിഗ്മ 3. സിഗ്മ 3 എന്ന് പറഞ്ഞാൽ സിഗ്മ സി, കൺഫൈനിങ് പ്രഷർ. സിഗ്മ 1 എന്താ, സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ ഡി പ്ലസ് സിഗ്മ സി. സിഗ്മ ഡിയും സിഗ്മ സിയും കൂടെ ആഡ് ചെയ്യുന്നത്, അതും സിഗ്മ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതും സിഗ്മ സിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ആഡ് ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, എഴുതിയതിന് ശേഷം നമ്മൾ യു തന്നിട്ടുണ്ട്, യു ഒരു ടേബിളിൽ കൊടുക്കുക. ഓക്കെ, ഇനി സിഗ്മ 3 ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? സിഗ്മ 3 ഡാഷ് എന്ന് പറഞ്ഞാൽ സിഗ്മ 3 മൈനസ് യു ആണ്. എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷറിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ കുറയ്ക്കുന്നതാണ്, ആണല്ലോ.
അപ്പോൾ ഇവിടെ സിഗ്മ 3 മൈനസ് യു. സോ ഇവിടെ നമ്മുടെ സിഗ്മ 3 എന്ന് പറയുന്നത് 125 ആണ്. 125 മൈനസ് യു എന്ന് പറയുമ്പോൾ 125 മൈനസ് യു എന്ന് പറയുന്നത് എത്ര? -70 ആണ്. സോ 125 പ്ലസ് 70 എന്ന് വരും. സോ ആൻസർ വിൽ ബി 195. ഓക്കെ, രണ്ട് മൈനസ് വരുന്നുണ്ട്, രണ്ടും കൂടെ ആഡ് ആവും. ഇനി അടുത്തത് നെക്സ്റ്റ് 250, അതായത് സിഗ്മ 3 എന്ന് പറയുന്നത് 250 ആണ്. -10. സോ ദ ആൻസർ വിൽ ബി 260. ഓക്കെ, അടുത്തത് ഇത് എത്രയാണ്? 300 ആണോ 500 ആണോ? 500. ഓക്കെ, 500 മൈനസ് 120, കാരണം ഇവിടെ മൈനസ് ഇല്ല. മൈനസ് ഉണ്ടായിരുന്നത് അതും പ്ലസ് ആയേനെ, അത് മൈനസ് അല്ലാത്തതുകൊണ്ട് 500 മൈനസ് 120 എത്ര വരും? 380. ഓക്കെ, അപ്പം എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ എഫക്റ്റീവ് പ്രഷറിൻ്റെ ചാപ്റ്റർ തന്നെ പഠിച്ചതാണ്, നിങ്ങൾക്കത് നന്നായിട്ട് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ 3 കണ്ടുപിടിച്ചു. സിമിലർലി എന്ത് ചെയ്യണം? സിഗ്മ 1 കണ്ടുപിടിക്കണം. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ സിഗ്മ 1 മൈനസ് യു ആണ്. ഓക്കെ, സിഗ്മ 3 കണ്ടുപിടിച്ച പോലെ തന്നെ സിഗ്മ 1 കണ്ടുപിടിക്കുക. ശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി എന്ത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ, 2 മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ ഓവർ കൺസോൾട്ടേഷൻ റേഷ്യോയും അതുപോലെ തന്നെ പോർ പ്രഷർ പാരാമീറ്റർ എന്ന് പറഞ്ഞ AFഉം തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ AF കണ്ടുപിടിക്കണം. ഈ AF എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷർ ഡിവൈഡ് ബൈ ഡീവിയേറ്റർ സ്ട്രെസ് ആണ്. ഓക്കെ, പോർ വാട്ടർ പ്രഷർ ഡിവൈഡ് ബൈ ഡീവിയേറ്റർ സ്ട്രെസ് ആണ്. ഓക്കെ, പോർ വാട്ടർ പ്രഷർ ഡിവൈഡ് ബൈ ഡീവിയേറ്റർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോർ വാട്ടർ പ്രഷർ അറിയാം, തന്നിട്ടുണ്ട്. ഡീവിയേറ്റർ സ്ട്രെസ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സിഗ്മ ഡി തന്നിട്ടുണ്ട്. അത് 1510 ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ, തന്നിട്ടുണ്ട്. സോ അതും ഇതും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് യു ഡിവൈഡ് ബൈ സിഗ്മ ഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പോർ പ്രഷർ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു പാരാമീറ്റർ കിട്ടും. പോർ പ്രഷർ പാരാമീറ്റർ AF കിട്ടും. അതും കിട്ടി, OCR കിട്ടിക്കഴിഞ്ഞാൽ OCR എങ്ങനെ കണ്ടുപിടിക്കും? OCR എന്ന് പറഞ്ഞാൽ ഓവർ കൺസോൾട്ടേഷൻ റേഷ്യോ ആണ്. ഓവർ കൺസോൾട്ടേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ പണ്ടെപ്പോഴോ വന്ന ഒരു പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രഷർ. ഓക്കെ, പണ്ടെപ്പോഴോ വന്ന ഒരു പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ ഡിവൈഡ് ബൈ പ്രസൻറ്റ് പ്രഷർ. അപ്പം പണ്ടെപ്പോഴോ വന്നതെന്ന് പറയുന്നത് പ്രീ കൺസോൾട്ടേറ്റഡ് പ്രഷറാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അത് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അതാണ് 1000 kN/m². ഓക്കെ, അപ്പോൾ 1000 ഡിവൈഡ് ബൈ നമ്മുടെ കൺഫൈനിങ് പ്രഷറാണ് ഇപ്പോൾ കൊടുത്ത പ്രഷർ. പ്രസൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് എന്താ? സിഗ്മ 3 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ ട്രയാക്സിൽ ടെസ്റ്റിലാണേലും നമ്മൾ ആദ്യം ചുറ്റിനും കൊടുക്കുന്ന പ്രഷർ ഏതാണ്? കൺഫൈനിങ് സ്ട്രെസ്സാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. സോ ഇപ്പോൾ പണ്ട് കൊടുത്തതിനെക്കാട്ടി ചെറിയൊരു പ്രഷറായിരിക്കും മിക്കവാറും ഇപ്പോൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഓവർ കൺസോൾട്ടേഷൻ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ അത് കുറയാം, ചിലപ്പോൾ അത് കൂടാം. അത് ലെസ് ദാൻ 1 വന്നാൽ അണ്ടർ കൺസോൾട്ടേറ്റഡ് ആണെന്ന് പറയും, ഗ്രേറ്റർ ദാൻ 1 വന്നാൽ ഓവർ കൺസോൾട്ടേറ്റഡ് ആണെന്ന് പറയും, ഈക്വൽ ടു 1 വന്നാൽ നോർമലി കൺസോൾട്ടേറ്റഡ് ആണെന്ന് പറയും. അതൊക്കെ ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് മനസ്സിലായി, ഇവിടെ 1000/125, അപ്പം ഗ്രേറ്റർ ദാൻ 1 ആണ്, അപ്പോൾ ഓവർ കൺസോൾട്ടേറ്റഡ് തന്നെയാണ്. ഇവിടെയും 4 വന്നു, ഇവിടെയും 2 വന്നു. അപ്പോൾ എല്ലാം 1 കട്ടേ പോയാണ്ട് ഓവർ കൺസോൾട്ടേറ്റഡ് സോയിൽ തന്നെയാണ്. അത് പോട്ടെ, അത് ഇവിടെ ആയിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ്. അപ്പോൾ OCR കണ്ടുപിടിക്കുക, AF കണ്ടുപിടിച്ചു, സിഗ്മ 3 സിഗ്മ 1 എല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രാഫിലേക്ക് പോവാം. സോ നമുക്ക് X ആക്സും Y ആക്സും വരയ്ക്കുക. എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ടോട്ടൽ സ്ട്രെസ് കണ്ടീഷനാണ് ചെയ്യുന്നത്, അതായത് സിഗ്മയും ടോയും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇവിടെ സിഗ്മ 1ഉം സിഗ്മ 3യും എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ 1ഉം സിഗ്മ 3യും ഈ 2 ടേബിൾ എടുക്കുക. അതിനകത്ത് സിഗ്മ 1ഉം സിഗ്മ 3യും ഫസ്റ്റ് സാമ്പിളിൻ്റെ മാർക്ക് ചെയ്യുക. അപ്പം ആദ്യത്തെ സാമ്പിളിൻ്റെ മാർക്ക് ചെയ്യുമ്പോൾ 125ഉം അതുപോലെ തന്നെ 635 മാർക്ക് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു. ദെൻ 250യും അതുപോലെ തന്നെ 870 മാർക്ക് ചെയ്ത് രണ്ടാമത്തെ സർക്കിൾ വരച്ചു. അടുത്ത 500ഉം അതുപോലെ തന്നെ 1350 മാർക്ക് ചെയ്ത് മറ്റൊരു സർക്കിൾ വരച്ചു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എല്ലാവരും ടാൻജൻറ്റ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിയും കിട്ടും, ഫൈയും കിട്ടും. ഓക്കെ, സിമിലർലി നമ്മൾ ഇത്രയും നേരം ചെയ്യാത്തൊരു കാര്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. എഫക്റ്റീവ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിച്ചു ഇല്ലേ? ഇവിടെ നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സിഗ്മ 1 സിഗ്മ 3. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അതായത് സിഗ്മ 1ഉം സിഗ്മ 3യും വരുന്ന സ്ഥലത്ത് സിഗ്മ 1 സിഗ്മ 3
വെച്ചിട്ട് പുതിയ മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വരെ ഉള്ളത് സിഗ്മ 3 ഇവിടെ വരെ ഉള്ളത് സിഗ്മ 1 ഇനി ഇവിടെ വരെ ഉള്ളത് അടുത്ത സിഗ്മ 1 സിഗ്മ 3 അടുത്തത് സിഗ്മ 3 സിഗ്മ 1 അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 3 സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ടാൻജൻസ് എല്ലാം അവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സിയും കിട്ടും, ഇവിടെ ഫൈയും കിട്ടും. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിയുടെയും ഫൈയുടെയും വാല്യൂ ഓരോ കേസിലുള്ളത് എഴുതി വയ്ക്കുക. അതായത് ഇതുപോലെ എഴുതി വയ്ക്കുക. എഫക്റ്റീവ് പ്രഷറിൻ്റെ കേസിലും ടോട്ടൽ പ്രഷറിൻ്റെ കേസിലുള്ളതും പ്രത്യേകം എഴുതി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ കേസായിട്ട് ചോദിച്ചിരിക്കുന്നത് എ എഫും ഒ സി ആറും തമ്മിലുള്ള വേരിയേഷൻ ചാർട്ടാണ്. അപ്പോൾ എ എഫ് ഇൻ വൈ ആക്സിസും അതുപോലെ ഒ സി ആർ ഇൻ എക്സ് ആക്സിസും എടുത്തിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. നമുക്ക് എ എഫിൻ്റെയും ഒ സി ആറിൻ്റെയും വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പൊറോട്ട പ്രഷർ ഡിവൈഡ് ബൈ സിഗ്മ ഡി ആയിരുന്നു, ഡീവിയേറ്റർ സ്ട്രെസ്. ഒ സി ആർ എന്ന് പറയുന്നത് എന്താണ്? പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ ഡിവൈഡ് ബൈ പെർസെൻറ്റ് കൺഫൈനിങ് സ്ട്രെസ്, സിഗ്മ സി. ഓക്കെ, അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. എല്ലാം ലൈൻ നമ്മൾ ആ കർവ് കിട്ടും. ആ കർവാണ് ഈ വേരിയേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അതോടുകൂടി ആ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയും നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് കൊണ്ടുള്ളതും ടോട്ടൽ സ്ട്രെസ് കൊണ്ടുള്ളതും നമ്മൾ വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സാൻഡി സോയിലായിരിക്കും. ഓക്കെ, സാൻഡി സോയിൽ എന്ന് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും നമുക്ക് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ ഒറിജിനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ സി ഈക്വൽ ടു 0 ആണ്. ഇവിടെ ഇൻ്റർസെപ്റ്റ് ഇല്ലല്ലോ. സാധാരണ ഇങ്ങനെയല്ലേ വരേണ്ടത്. അപ്പോൾ ഒരു ഇൻ്റർസെപ്റ്റ് കിട്ടും. പക്ഷേ ഇവിടെ റിസൾട്ടിൽ ഇൻ്റർസെപ്റ്റ് ഇല്ല. സി ഈക്വൽ ടു 0 ആണ്. സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കോഹഷൻ ഇല്ല. കോഹഷൻ ഇല്ലാത്ത സോയിൽ എന്ത് സോയിലാണ്? സാൻഡി സോയിൽ. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രോബ്ലംസ് വരാം. എല്ലാം എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടതുപോലെ അങ്ങ് ചെയ്താൽ മതി. പ്ലോട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. ആകെ ഗ്രാഫ് വരയ്ക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. The stresses on a failure plane in a drained test on a cohesionless soil are as under normal stress, shear stress, അതായത് സിഗ്മ ആൻഡ് ടോ ആർ ഗിവൺ. അതായത് ഒരു പോയിൻ്റാണ്, ആ പോയിന്റിലാണ് വെച്ചിട്ടാണ് ഈ ഫെയിലിയർ നടക്കുന്നത്. അപ്പോൾ ആ ഫെയിലിയർ പ്ലെയിനിലുള്ള സ്ട്രെസ് രണ്ടും തന്നിട്ടുണ്ട്. അവിടെയാണ് സ്ട്രെസ്, ആ രണ്ട് സ്ട്രെസ്സും വരുമ്പോൾ, അതായത് നോർമൽ സ്ട്രെസ് 100 അതുപോലെ ഷിയർ സ്ട്രെസ് 40 വരുന്ന ടൈമിലാണ് ഈ ഫെയിലിയർ നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അതുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് വരയ്ക്കാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡ്രെയിൻഡ് ടെസ്റ്റാണ്. ഡ്രെയിൻഡ് എന്ന് പറയുമ്പോൾ പൊറോട്ട പ്രഷർ ഇല്ല. ഓക്കെ, അപ്പോൾ യുവിൻ്റെ കാര്യമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഹഷൻലെസ് സോയിലാണ്. കോഹഷൻലെസ് സോയിലാന്ന് പറഞ്ഞാൽ സാൻഡി സോയിലാണ്, ക്ലേ അല്ല. കോഹഷൻ ഉള്ള സോയിലാണ് ക്ലേ സോയിൽ. അപ്പോൾ സി 0 സി 0 ആണെങ്കിൽ നമ്മുടെ മോർ സർക്കിൾ എങ്ങനെ ഇരിക്കും? സി 0 ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. ഇവിടെ ഒറിജിനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെ മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, ആ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ഈ ഫെയിലിയർ പ്ലെയിൻ ഉണ്ടാകുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള വളരെ എളുപ്പത്തിൽ, ഇപ്പം ഇങ്ങനത്തെ ഒരു സോയിൽ ആയതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മോർ സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് മോർ സർക്കിൾ വരയ്ക്കാം. നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതായത് സിഗ്മയും ഇത് യു ആണ്, ടോയും ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സിഗ്മയും ടോയും ഫെയിലർ പ്ലെയിനിലേ അറിയാം. അപ്പോൾ സിഗ്മ ഇവിടുന്ന് ഒരു 100 ആകുമ്പോൾ സിഗ്മ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ടോ ഒരു 40 ആവുന്ന ടൈമിൽ ടോയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി 100 and 40. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലൈൻ എന്ന് പറയുന്നത് സി ഇല്ലാത്തത് കൊണ്ട് തന്നെ, കോഷനിലെ സോയിലായിട്ട് തന്നെ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫെയിലിയർ പ്ലെയിൻ, നമ്മുടെ ആ ഫെയിലിയർ സർഫസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മോർ സർക്കിൾ വരയ്ക്കണം. എന്നാലേ നമുക്ക് സിഗ്മ 1 സിഗ്മ 3 കണ്ടുപിടിക്കാൻ പറ്റും. അതെല്ലാം കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് ഫൈ കണ്ടുപിടിക്കണം. നമുക്ക് പിന്നെന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് ആ നമ്മുടെ ഫെയിലിയർ പ്ലെയിന് ഹൊറിസോണ്ടലുമായിട്ട് അല്ലെ പ്രിൻസിപ്പൽ പ്ലെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ് എല്ലാം കണ്ടുപിടിക്കണം. സിഗ്മ 1 സിഗ്മ 3 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു നോർമൽ വരയ്ക്കുക. നോർമൽ 90 ഡിഗ്രി ആയിരിക്കും നോർമൽ വരയ്ക്കുക. ഈ നോർമലായിരിക്കും നമ്മുടെ മോർ സർക്കിളിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ അത് റേഡിയസ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മളൊരു സർക്കിള് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, സർക്കിൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോർ സർക്കിളായി.
വളരെ സിമ്പിൾ അല്ലായിരുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഗ്രാഫിക്കലി ആണെങ്കിൽ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഗ്രാഫിക്കലി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെങ്ത് നോട്ട് ചെയ്യാം. ദിസ് ലെങ്ത് വിൽ ബി σ3 ആൻഡ് ദിസ് ലെങ്ത് വിൽ ബി σ1. ഇനി σd എന്ന് പറയുന്നത് σ1 മൈനസ് σ3 ആണ്. അപ്പോൾ σdയും കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ σ1 ഈക്വൽ ടു σ3 പ്ലസ് σd ആണല്ലോ. σc പ്ലസ് σdയോ σ3 പ്ലസ് σdയോ ആണ്. അപ്പോൾ σd ഈക്വൽ ടു σ1 മൈനസ് σ3 ആണ്. ഓക്കെ, അപ്പോൾ σ1 σ3യും കിട്ടി. നമുക്കിനി വേണ്ട എന്തൊക്കെയാണ്, രണ്ട് ആംഗിളാണ് വേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഫൈയും ഒന്നെന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈ, ഇതാണ് നമ്മുടെ തീറ്റ. ഓക്കെ, നമുക്കിനിയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഫിഗർ തന്നെ നോക്കാം. ദിസ് ഈസ് ദ ഫിഗർ വിച്ച് ഐ ടോൾഡ് നൗ. നമ്മൾ ആദ്യം ലൈൻ വരയ്ക്കുക, പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഒരു 90 ഡിഗ്രി ലൈൻ പ്ലോട്ട് ചെയ്യുക. ഇത് റേഡിയസ് ആയിട്ട് വെച്ച് ഒരു സർക്കിൾ വരയ്ക്കുക. ആഫ്റ്റർ ദാറ്റ് ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, ഈ ആംഗിൾ ആയിരിക്കും ഫൈ. ഈ ഫൈ കണ്ടുപിടിക്കാൻ ഒന്ന് ടാൻ ഫൈ എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാം. ഇനി ഇതാണ് നമ്മുടെ തീറ്റ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ഇക്വേഷൻ ഉണ്ട്, തീറ്റ ഈക്വൽ ടു ടാൻ 45 പ്ലസ് 5/2 ആണ്. ഒന്നെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, അതും പ്രൊട്രാക്ടർ വെച്ചിട്ട് ഒന്ന് മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. പിന്നെ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരെ ഉള്ളത് σ3യും ഇവിടെ വരെ ഉള്ളത് σ1 ആണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിൻ ഷിയർ ടെസ്റ്റിലെ പ്രോബ്ലമാണ്. നമുക്ക് മെയിൻലി 4 ടെസ്റ്റുകളായിരുന്നു ഉള്ളത് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ കണ്ടുപിടിക്കാനുള്ളത്. ഒന്നെന്ന് പറയുക ഡയറക്റ്റ് ഷിയർ, രണ്ടാമത്തെ ട്രയാക്സിയൽ, മൂന്നാമത്തെ അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ്, നാലാമത്തേത് വെയിൻ ഷിയർ ടെസ്റ്റ്. ഈ വെയിൻ ഷിയർ ടെസ്റ്റ് നമുക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റായിരുന്നു. നമ്മൾ പറഞ്ഞായിരുന്നു വെയിൻ നമ്മൾ ഭൂമിയിലോട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് ചെയ്യുന്ന അപ്പം ആ ഒരു വെയിൻ എന്ന് പറയുന്നത് ഒരു ബ്ലേഡ് പോലെ ആയിരിക്കുന്നത്, അതായത് ഫാനിൻ്റെ ബ്ലേഡ് പോലെ ഇരിക്കുന്ന ഒരു ചെറിയ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ കുത്തി പെനിട്രേറ്റ് ചെയ്ത് ഇറക്കുന്ന സമയത്ത് അത് കറങ്ങും ചെറുതായിട്ട്. അപ്പോൾ ഒരു ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്കറിയാം. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പൈ ഡി സ്ക്വയർ ഇൻറ്റു ടോ ഇൻറ്റു അല്ലെ എസ്സും ടോയും ഒന്ന് തന്നെ, ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഇൻറ്റു h/2 പ്ലസ് d/6 ആയിരുന്നു അല്ലേ. h/2 പ്ലസ് d/6 ആയിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു പ്രോബ്ലത്തിൽ ഷിയർ സ്ട്രെസ്, ഡയമീറ്റർ ഓഫ് ദ വെയിൻ അല്ല ഷാഫ്റ്റ്, പിന്നെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് പെനിട്രേഷൻ, ഹൈറ്റ് ഓഫ് അല്ലെങ്കിൽ ആ ഒരു റിബിൻ്റെ ഹൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡയമീറ്റർ, പിന്നെ ടോർക്ക്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തരാതിരുന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ഈക്വേഷൻ യൂസ് ചെയ്താൽ മതി. ടി ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ഇൻറ്റു ടോ ഇൻറ്റു h/2 പ്ലസ് d/6. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. എ ഷിയർ വെയിൻ ഓഫ് 7.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ തന്നിട്ടുണ്ട്, 11 സെൻറ്റിമീറ്റർ ലെങ്ത്. അപ്പം ലെങ്തും തന്നിട്ടുണ്ട്, അതായത് ഹൈറ്റ് എച്ച് തന്നിട്ടുണ്ട്. വാസ് യൂസ് ടു മെഷർ ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സോഫ്റ്റ് ക്ലേയുടെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. ടോർക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കാൽക്കുലേറ്റ് ദ ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ടോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദ വെയിൻ വാസ് ദെൻ റൊട്ടേറ്റഡ് റാപ്പിഡ്ലി ടു കോസ് റീമോൾഡിംഗ് ഓഫ് ദ സോയിൽ. ദ ടോർക്ക് റിക്വയർഡ് ഇൻ ദ റീമോൾഡിംഗ് സ്റ്റേറ്റ് വാസ് 200 ന്യൂട്ടൺ മീറ്റർ. അത് രണ്ടാമത്തെ കേസാണ്. റീമോൾഡ് സ്റ്റേറ്റിൽ നമ്മൾ ടോർക്ക് 200 ന്യൂട്ടൺ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഓഫ് ദ സോയിൽ എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് സെക്കൻഡ് കേസാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് കേസ് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടി ഉണ്ട്, അതുപോലെ തന്നെ ഡി ഉണ്ട്, എച്ച് ഉണ്ട്, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് കിട്ടും അല്ലേ, ഷിയർ സ്ട്രെങ്ത് കിട്ടും, അല്ലെ ടോ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് കേസിൽ പറഞ്ഞിരിക്കുന്ന ടോർക്ക് 200 ന്യൂട്ടൺ മീറ്റർ ടോർക്ക്, അത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ടോർക്ക് 600 ആയിരുന്നു, രണ്ടാമത്തെ 200 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടാമത്തെ റീമോൾഡഡ് സ്റ്റേറ്റിലുള്ള ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ചു. ഇനി സെൻസിറ്റിവിറ്റി ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിയർ സ്ട്രെങ്ത് ഇൻ ദ അൺഡിസ്റ്റർബ്ഡ് കേസ് ഡിവൈഡ് ബൈ ഡിസ്റ്റർബ്ഡ് അല്ലെ റീമോൾഡഡ് കേസ്. അതാണ് ഷിയർ സെൻസിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്
the shear stress of the soil, shear strength of the soil in the അൺഡിസ്റ്റർബ്ഡ് കേസ്, അതായത് ഡിസ്റ്റർബ് ചെയ്യാത്ത സമയത്ത് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെങ്ത് ഇൻ ദ റീമോൾഡഡ് സ്റ്റേറ്റ്, റീമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ആദ്യം കണ്ടുപിടിച്ചത് അൺഡിസ്റ്റർബ്ഡ് കേസിൽ, രണ്ടാമത് കണ്ടുപിടിച്ചത് റീമോൾഡഡ് കേസിൽ. അപ്പോൾ 503 ഡിവൈഡ് ബൈ 168 ചെയ്യുമ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി ഓഫ് ദ സോയിൽ കിട്ടും. സെൻസിറ്റിവിറ്റി ഒക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മോഡ്യൂളിലോ സെക്കൻഡ് മോഡ്യൂളിലോ പഠിച്ചതാണ്. ഓക്കെ, സെൻസിറ്റിവിറ്റി, തിക്സോട്രോപ്പി, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് തിക്സോട്രോപ്പി ഓഫ് എ സോയിൽ. ഓക്കെ, ഇതിപ്പം അൺഡിസ്റ്റർബ്ഡ് ബൈ റീമോൾഡഡ് ആണെങ്കിൽ റീമോൾഡഡ് സോയിലിനെ അൺഡിസ്റ്റർബ്ഡിലോട്ട് പോകുന്ന ആ ഒരു ചേഞ്ചിനെ പറയുന്ന പേരാണ് തിക്സോട്രോപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓഫ് എ സോയിലുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് 2-3 ടേംസ് ഉണ്ട്, അത് പഠിച്ചിരിക്കണം. അതുപോലെ വൈവയ്ക്കൊക്കെ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ് ഈ സെൻസിറ്റിവിറ്റി, തിക്സോട്രോപ്പി ആൻഡ് ആക്ടിവിറ്റി ഓഫ് എ സോയിൽ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഏകദേശം പ്രോബ്ലംസ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ ടാബുലാർ ഫോമിലുള്ള ഡയറക്റ്റ് ഷിയറിൻ്റെ ടെസ്റ്റ്, അതുപോലെ ട്രയാക്സിയൽ ടെസ്റ്റിൻ്റെ അതും ആ ഒരു പ്രോബ്ലംസ് 1-2 മോർ സർക്കിൾ വരയ്ക്കുന്നതും, പിന്നെ ഫെയിലർ പ്ലെയിൻ മാർക്ക് ചെയ്ത് ഫൈയും സിയും കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരു ചോദ്യം എന്തായാലും ചോദിക്കും ഈ മോഡ്യൂളിൽ. അതുപോലെ തന്നെ സ്ലോപ്പ് സ്റ്റെബിലിറ്റിയിൽ ഏത് ചോദ്യമായിരുന്നു, സ്വീഡിഷ് സർക്കിൾ മെത്തേഡോ ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ അത്യാവശ്യം നമ്മളെല്ലാം മോഡ്യൂൾ 5 എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. നന്നായിട്ട് പഠിക്കണം എല്ലാവരും. വരുന്ന ഈ സീരീസിനാണെങ്കിലും നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ വരുന്ന യൂണിവേഴ്സിറ്റി എക്സാമിനും നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ വിൽ ബി ദെയർ ഫോർ യു ഓൾവേസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിവിഷൻ കണ്ടക്ട് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കണ്ടക്ട് ചെയ്യാം. താങ്ക് യു.